വളരെ ധനികനായിട്ട് വളരെ വിജയിച്ചിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ ഇപ്പോൾ ബെഡ് റിട്ടനാണ്. അദ്ദേഹത്തിന് തോന്നി ഇനിയിപ്പോൾ അധികം കാലമൊന്നും ജീവിതമൊന്നുമില്ല. മകനെ ആണെങ്കിൽ പഠിപ്പിച്ചെടുക്കണം, കാരണം മോൻ അങ്ങനെ ബിസിനസ്സിലൊന്നും ഇൻവോൾവ് ചെയ്തിരുന്നില്ല. മകന് കുറച്ച് ലെസൺസ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഒന്നിന് ടെസ്റ്റുകൾ മകൻ്റെ അടുത്ത് നടത്തി. അദ്ദേഹത്തിന് വളരെ പഴയ ഒരു കാർ ഉണ്ടായിരുന്നു. പഴയ കാർ എന്ന് പറഞ്ഞാൽ ആന്റീക് പീസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ. മോനോട് പറഞ്ഞു, ഇത് നീ ഒന്ന് വിറ്റിട്ട് വരാൻ പറഞ്ഞു. അപ്പം മോൻ വിചാരിച്ചത് ആര് വാങ്ങിക്കാനായിട്ടാണെന്ന് വിചാരിച്ചു. ആദ്യം ഈ ആക്രി സാധനങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരുമായിട്ട് സംസാരിച്ചു. ആൾ പറഞ്ഞു, ഇതൊന്നും പോകത്തില്ല ഇപ്പോഴത്തെ കാലത്ത്, എന്ത് ഇതിനൊക്കെ എടുത്ത് നമ്മൾ ഒന്നാമത് താല്പര്യമില്ല, ഞങ്ങളിത് വെട്ടിമുറി കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ 1,00,000 രൂപ. ആൾ തിരിച്ചു വന്നു. കിടക്കുന്ന അപ്പനോട് പറഞ്ഞു, അപ്പോൾ ഇതാണ് പ്രശ്നം, ഇത് 1,00,000 രൂപ പറയുന്നത്. നീ ഒരു കാര്യം, നീ പോയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമിലും ചോദിച്ചു, അവരെന്താ വില പറയുന്നത് അറിയാലോ. ഇതേ ആൾ പോകുന്നു, സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമിൽ ചെല്ലുന്നു, ആളോട് ചോദിക്കുന്നു, ഇങ്ങനൊരു സാധനമുണ്ട്, ഇതാണ് വണ്ടി. അപ്പോൾ ആൾ പറഞ്ഞു, സംഭവം കുഴപ്പമില്ല, ഇത് വളരെ ബ്രാൻഡൊക്കെ ഭയങ്കരമാണ്, പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് വാങ്ങുന്ന ആൾക്കാരെ കുറവാണ്. എനിക്കൊരു വിറ്റ് കഴിഞ്ഞാൽ 8,00,000 രൂപ കിട്ടും, ഞാനൊരു 6,00,000 രൂപ നിങ്ങൾക്ക് തരാം. തിരിച്ച് അപ്പൻ്റെ അടുത്ത് ചെന്നു. അപ്പനോട് പറഞ്ഞു, ഇതാണ് പ്രശ്നം, ഇങ്ങനെയാണ് 6,00,000 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല, ആദ്യത്തെ ആൾ വളരെ കുറവായിരുന്നു പറഞ്ഞു. അവൻ പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യും, ഇത് ഈ ആൻറ്റി കാറുകളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഷോറൂമുണ്ട്, അവിടെ നിന്ന് പോയി ചോദിക്കുക. ആൾ പോകുന്നു. ആൾ പറഞ്ഞു, ഇങ്ങനൊരു സാധനം ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, ഇത് ആക്ച്വലി വളരെ റെയർ ആയിട്ടുള്ള ഒരു പീസാണ്, എനിക്ക് മാക്സിമം തരാൻ പറ്റുന്ന 1 കോടി രൂപയാണ്, അതിന് എഗ്രി ആണെങ്കിൽ ഇപ്പോൾ വണ്ടി എടുക്കാം. മകൻ സർപ്രൈസ്ഡ് ആയിട്ട് തിരിച്ചു വന്ന് അപ്പൻ്റെ അടുത്ത് അവരോട് ചോദിച്ചു, എന്തോ ഇത് ഒരേ സാധനത്തിന് തന്നെ പല വില, അതും ഇത്രയും വലിയ വ്യത്യാസം. ഞാനിത് ഈ കഥ കേട്ട സമയത്ത് സെയിൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ് ഇതിനകത്തൂടെ കിട്ടുന്നതാണ് എനിക്ക് മനസ്സിലായത്. കാരണം പലപ്പോഴും നമുക്ക് പല നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റ് അല്ലെങ്കിൽ നല്ല സർവീസുകൾ വിൽക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ആരെയാണോ അല്ലെങ്കിൽ ആർക്കാണോ അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളായിരിക്കില്ല നമ്മുടെ ക്യാപ്റ്റീവ് ഓഡിയൻസ്, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റ്. ഇങ്ങനെയാണ് കൂടുതൽ സമയവും നമ്മുടെ എനർജി പോകുന്നതും, നമ്മളുടെ ടൈം വേസ്റ്റ് ആവുന്നതും, നമ്മളുടെ പൈസ കളയുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ ഒരു കോൺസെപ്റ്റോ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കുന്നത് അതിന് യുക്തനായ അല്ലെങ്കിൽ അതിനേറ്റവും സ്യൂട്ടബിൾ ആയ ആളുടെ കയ്യിൽ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ എൻഷുർ ചെയ്താൽ ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നതിനൊക്കെ കൂടുതൽ വാല്യൂവിനത് പോയെന്ന് വരും. മാത്രവുമല്ല, എനിക്ക് സ്വയം ഞാൻ എന്താണോ വിൽക്കുന്നത് അതിനോടുള്ള വാല്യൂ കൂടുകയും ചെയ്യും. ഇതൊരു വലിയ ലെസണായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ പല ആൾക്കാർക്കും ഇത് ഷെയർ ചെയ്യാറുണ്ട്. പല ആൾക്കാർക്കും സെല്ലിങ്ങിനോടുള്ള അപ്രോച്ച് തന്നെ ഇതിൽ കൂടെ മാറുന്ന ഞാൻ കണ്ടു. സെയിൽസ് പോലെ തന്നെയാണ് ആൻട്രപ്രന്യൂർഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ട്. പല ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ റേസ് ചെയ്യാൻ നോക്കുന്ന സ്റ്റാർട്ടപ്പ് ആൻട്രപ്രന്യൂർസ് ഒക്കെ. ഇതും അതേ അവസ്ഥ തന്നെയാണ്. നിങ്ങൾ പോയി സംസാരിക്കുന്ന ആൾ നിങ്ങളുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയോളജി അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന പ്രോജക്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അതിന് വാല്യൂ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത കോൺസെപ്റ്റിനെ പോലും വെറുക്കുന്ന അവസ്ഥയിലേക്ക്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആരുടെ മുമ്പിൽ പോയിട്ടാണോ നമ്മുടെ പ്രോഡക്റ്റ്, സർവീസ്, ബിസിനസ് എന്തുമാവട്ടെ പ്രസന്റ് ചെയ്യുന്നത്, നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യുന്നത്, ആ വ്യക്തി അതിന് തക്കതായിട്ടുള്ള വാല്യൂ കാണാൻ കഴിവുള്ള ആളാണെന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യും.